ഹലോ ഗായ്സ്. ഇന്ന് ഞാൻ വന്നത് ഒരു ജേർണലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു എസ്മറാക്കി ഇടാമെന്ന്. പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ച് സൗണ്ട്സൊക്കെ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ആക്കാമെന്ന്. എന്തായാലും നിങ്ങൾക്ക് എസ്മറാണോ ഇതാണോ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ആ എസ്മറിൽ വേറെ വീഡിയോ ഇടും. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എസ്മറാക്കിയിടാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ കേസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എസ്എംആർ ആക്കാൻ വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് ഞാൻ ഒരു ജേർണലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഓരോ ജേർണലിൽ എനിക്കൊരു ഗോൾ ഉണ്ട്. അതായത് ഓരോ ടെന്നിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന, അതായത് 10, 20, 30 ഇതൊക്കെയാണ് എൻ്റെ മൈൽ സ്റ്റോൺസ്. അതിൽ 20th ജേർണലാണ് ഇന്ന് ചെയ്യണത്. ഞാൻ ജേർണലിംഗ് ചെയ്ത് 20 എത്തി. എല്ലാവരും ലൈക്ക് ചെയ്യുക. ആൻഡ് ഗൈസ്, ഇന്ന് ആ ഒരു മൈൽ സ്റ്റോണിനെ കുറിച്ചിട്ടുള്ളൊരു ജേർണലിംഗ് ആണ്. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗം ചെയ്യണ കാണിക്കുന്നില്ല. എസ്എംആർ ആക്കി എടുക്കുമ്പം ഗം ചെയ്യണ കാണില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സംസാരിക്കാതെ എടുത്തതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെറുതായിട്ട് സംസാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്ന ടൈമിൽ വീഡിയോ ചെയ്യുക. പക്ഷേ എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് സൗണ്ട് ഇല്ലാതാക്കി വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. എസ്എംആർ ആക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എസ്എംആർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാതെ നിന്ന് ലാസ്റ്റൊക്കെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് തുടങ്ങുന്ന ടൈമിൽ തീരെ വണ്ടീൻ്റെ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എസ്എംആർ ആക്കി എടുത്തു. എസ്എംആർ ആക്കി എടുക്കുമ്പോൾ സംസാരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉള്ളിലെന്തോ പോലെ അങ്ങനെ സംസാരിക്കാതെ വീഡിയോ എടുക്കുമ്പം, എന്നിട്ടും ഞാൻ സഹിച്ച് പിടിച്ച് എടുത്ത് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം നല്ല രീതിക്ക് വണ്ടീൻ്റെ സൗണ്ടൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ വണ്ടീൻ്റെ സൗണ്ടും ലാസ്റ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ ലാസ്റ്റിലേക്കുള്ളത് നല്ല രീതിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എസ്എംആർ അല്ലാതെ ആയിപ്പോയത്. പിന്നെ 20, 30 അങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ ജേർണൽ സെറ്റിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് പാർട്ട്. അത് ഞാൻ ഒന്നിലും മിസ്സാക്കാറില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ജേർണലിംഗ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ജേർണലിംഗ് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ്. പെട്ടെന്ന് തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിങ്ങനെ എഴുതി കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ. അതായത് കുറച്ച് പാറ്റേൺസൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും വലിയ ഹാർഡാക്കിയിട്ടൊന്നും ജേർണലിങ്ങിൽ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണേലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Bye guys.